ഇന്ന് ഇതാണ് കേട്ടോ മീൻ. പിന്നെ എന്താ കിളിമീൻ. ഇത് പൊരിക്കും ചെയ്യാം. ഇത് ഇവിടെ അയലച്ചമ്പ എന്നാണ് പറയല് കേട്ടോ. ഇത് കറിയും വെക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രഷ് ആക്കി കൊണ്ടിട്ടോ. ഇതേ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, വലിയ ജീരകം, ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിക്കണേ. അപ്പോൾ കറണ്ട് പോകുമ്പോഴത്തേനും ഇത് അടച്ചെടുക്കണം. ഇവിടെ മഴയൊക്കെ പെയ്യുന്നുണ്ടേ. ഇവിടെ നാട്ടിലൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ടാവില്ലേ? കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കറണ്ട് പോകുമ്പോഴത്തേനും അടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ലേശം പുളി എടുത്ത് വെള്ളത്തിലിട്ടാണ്. അപ്പോൾ അരച്ച് വരുമ്പോഴത്തേനും ഇതൊന്ന് കുതിർന്ന് വെള്ളം ഒന്ന് ലെവലായി കിട്ടട്ടെ. അപ്പം അതിന് വേണ്ടി ഇട്ടതാണ് കേട്ടോ. കറിവേപ്പിലിട്ടതാണ് കേട്ടോ. ഈ തക്കാളി പച്ചമുളക് ഇടാണ്ട്. തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കട്ടോ. ഇനി തേങ്ങ അരച്ചത് കലക്കി കൊടുക്കട്ടോ. ഉപ്പിട്ട് കൊടുക്കട്ടോ. അടുപ്പത്ത് വെച്ചേക്കണം. നല്ല വെക്കണം. കറി അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ എല്ലാവരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നിങ്ങളെ വീഡിയോ ഷോർട്സൊക്കെ ഞാൻ കണ്ട് സപ്പോർട്ട് ചെയ്യലുണ്ട്, കമൻറ്റ് ഇടലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അങ്ങനത്തെ വീഡിയോകൾ ഇടാൻ പറ്റുന്നുള്ളൂ. കിട്ടുന്നതിൽ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. വീഡിയോകളൊന്നും കിട്ടാതാകുമ്പോൾ താത്താൻ്റെ വീഡിയോ, പാട്ടിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ചാനൽ കൊണ്ടുപോകണത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കുറച്ചും കൂടെ വലുതാവാണ്ട് കേട്ടോ. പിന്നെ തീ ചൂട് തട്ടുമ്പോൾ ക്യാമറക്കൊരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അതെ, കറി ഒരു വിധമായിക്കണം കേട്ടോ. ഇനി മീൻ ഇട്ട് കൊടുക്കുക. മീൻ കഴുകി ഫ്രഷ് ആക്കിയതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറിയൊക്കെ അയക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞങ്ങളെ വീഡിയോ കാണാറൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ ഒന്ന് എല്ലാവരും വീഡിയോ ഒക്കെ കാണണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.